നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഈ ഒരു റിയലിസ്റ്റിക് പോർട്രേറ്റിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്തു. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇത് ലാസ്റ്റ് പാർട്ടാണ് ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ. നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോവാം. ഞാൻ ഒരു 2B പെൻസിൽ എടുക്കുന്നുണ്ട്. നമുക്ക് ഡ്രസ്സിൻ്റെ ഭാഗങ്ങളൊന്ന് ഔട്ട്ലൈൻ ഒന്ന് ആദ്യം കറക്റ്റ് ചെയ്തെടുക്കാം. ക്യാമറയിൽ അതിൻ്റെ ഔട്ട്ലൈൻ അത്ര വ്യക്തമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചെയ്ത് കാണിക്കാം. ഈ ഒരു ഡ്രോയിങ്ങിൽ ഞാൻ ഗ്രിഡ് തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ പല ഭാഗങ്ങളും ഞാനിപ്പോൾ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ. നിങ്ങൾ ആ കഴുത്തിൻ്റെ വരെയുള്ള ഗ്രിഡൊക്കെ ഇറേസ് ചെയ്ത് കളയുക, ഡ്രസ്സിലുള്ള ഗ്രിഡ് കളയണ്ട. ഈ ഒരു ഭാഗത്തെ ആ ലെയർ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുത്തതാണ്, എങ്കിലും കുറച്ചുകൂടെ ഡാർക്ക് കാണുന്ന ഭാഗം 2B പെൻസിൽ കൊണ്ട് ഞാനൊന്ന് ഡാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ആ കഴുത്തിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു കട്ടിങ്, ഒരു ലെയർ നമുക്കൊന്ന് വരച്ചെടുക്കണം. 2B പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഭാഗത്തെ ഈ ഒരു കട്ടിങ്ങും വരച്ചെടുക്കണം. ആ കഴുത്തിൻ്റെ ഒരു ലെയർ പോലെ തോന്നുന്ന ഈ ഒരു ഭാഗം പിന്നീട് ഷെയ്ഡ് ചെയ്യും. നമുക്ക് ആദ്യം ഔട്ട്ലൈൻ്റെ ഒരു ഡയറക്ഷൻ ചെയ്ത് നോക്കാം. ഇവിടെ കോളറിൻ്റെ പോർഷനാണ് വരുന്നത്, അവിടെയും ഡാർക്ക് ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വാല്യൂ ആഡ് ചെയ്ത് പോവാം. ഈ ഒരു ഭാഗത്ത് നല്ല ഡാർക്കാണ് കാണുന്നത്, അതിനനുസരിച്ച് തന്നെ നമുക്ക് ഷെയ്ഡ് മാർക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്തും ഡാർക്ക് ടോണാണ് വരുന്നത്. ആദ്യം നമുക്ക് ഏതൊക്കെ ഭാഗത്താണ് ഡാർക്കസ്റ്റ് ആയിട്ടുള്ള വാല്യൂ വരുന്നത് അത് ജസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ഡ്രസ്സിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ അത് നോക്കി വരക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗ്രിഡ് ഇട്ട ഒരു ചിത്രം എടുക്കുക. ആ റെഫറൻസിൽ നോക്കുക ഏത് ബോക്സിലാണ് ഇതുപോലെയുള്ള ഡീറ്റെയിലിംഗ് കാണുന്നത് നോക്കി അതിനനുസരിച്ച് കറക്റ്റ് പ്രപ്പോർഷൻ തെറ്റിപ്പോകാതെ മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം ഔട്ട്ലൈൻ ചെയ്യുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗത്തെ ഗ്രിഡ് ഞാൻ മായ്ച്ച് കളഞ്ഞിട്ടില്ല, നിങ്ങൾ നോക്കുക. ഓക്കെ, ഓരോ ബോക്സും ശ്രദ്ധിച്ച് ഏത് ഭാഗത്താണ് കാണുന്നതെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം മാർക്ക് ചെയ്തെടുക്കുക. നല്ലപോലെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ഡ്രോയിങ്ങിൽ ബെറ്ററാക്കി എടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വർക്ക് ഒരു ആർട്ടിസ്റ്റായിട്ടല്ല ചെയ്യുന്നത്. എത്രത്തോളം താഴാനായിട്ട് പറ്റുന്നുണ്ടോ അത്രത്തോളം താഴ്ന്ന് ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്തും ഡീറ്റെയിലിംഗ് കാണുന്നുണ്ട്, അതിനനുസരിച്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഡ്രസ്സിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള ഭാഗത്തെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ
റെഫറൻസ് നോക്കുക, ആ ഗ്രിഡ് നല്ലപോലെ നോക്കുക, ഏത് കോട്ടയിലാണ് ഏത് ബോക്സിലാണ് ഓരോ ഡിസൈനും ഇരിക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മാർക്ക് ചെയ്തെടുക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രസ്സിലെ ഗ്രിഡ് മായ്ച്ച് കളയേണ്ടതെന്ന്. ഓക്കെ, മോനെ ഒടിഞ്ഞു പോയി. ട്യൂബ് തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഡാർക്ക് വേണ്ട ഈ ഭാഗം, ആ കോളറിൻ്റെ ഈ ഒരു മേലത്തെ ഭാഗത്ത് ഡാർക്കസ്റ്റ് ആണ് വരുന്നത്. നല്ല ഡാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആദ്യം ട്യൂബ് കൊണ്ട് ഫസ്റ്റ് ലെയർ ചെയ്യുന്നുണ്ട്. ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോകാതെ നോക്കണം. കഴിയുന്നത്രയും നല്ലപോലെ ശ്രദ്ധ കൊടുത്തിട്ട് വേണം ഷെയ്ഡ് കൊടുക്കാനായിട്ട്. ഇനി ലെഫ്റ്റ് സൈഡും ഡാർക്ക് ചെയ്യാം. ട്യൂബ് കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ലെയർ കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തും നല്ല ഡാർക്ക് ഉണ്ട്, ചെയ്തെടുക്കാം. ഇനി കഴുത്തിലെ ഈ ഒരു പോർഷനിൽ കുറച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പെൻസിൽ ചെരിച്ച് പിടിച്ചിട്ട് ഒരു വശം കൊണ്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അധികം പ്രഷർ കൊടുക്കരുത്, ലൈറ്റ് ടോണാണ് നമുക്ക് ആവശ്യം. ഇനി അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നോക്കുക, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കി ഏതൊക്കെ ഭാഗത്താണ് അവർ വാല്യൂ കാണുന്നത് അതിനനുസരിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ, നല്ല സ്മൂത്ത് ഷെയ്ഡിങ് കിട്ടാനായിട്ട്. ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി ആ ഡ്രസ്സിൻ്റെ ഈ ഒരു ഭാഗത്തും ബ്രഷ് കൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ലെയർ നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അതിൽ പൗഡേഴ്സ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ കുറേ ബ്ലെൻഡ് ചെയ്തതാണ്. അപ്പോൾ അത് കാർബണിൻ്റെ അല്ല, ഇതിൽ ഗ്രാഫൈറ്റിൻ്റെ കണ്ടൻറ് ഉണ്ടാവും. ഓക്കെ, ഇതുപോലെ ഓരോ ഭാഗങ്ങളും നല്ലപോലെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ചെയ്തെടുക്കണം. നിങ്ങൾക്കിപ്പോൾ ഷെയ്ഡ് വരുന്നില്ല എങ്കിൽ HB ഇനി ഒരു ചെറിയൊരു പേപ്പർ സ്റ്റെമ്പ് എടുക്കാം. എന്നിട്ട് ഈ ഒരു ലെയർ നമ്മൾ നോക്കുക. അവിടെ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കൊണ്ടുവരണം. നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് ലൈൻ മാർക്ക് ചെയ്തതായിട്ട് തോന്നരുത്. നമ്മൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം.
ഇനി ഈ ഒരു ഏരിയ 6P പെൻസിൽ കൊണ്ട് നല്ലപോലെ ഡാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കോളറിൻ്റെ ഈ ഒരു ഭാഗത്തും ഡാർക്കായിട്ടുള്ള ലൈൻ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുക്കണം. ഈ ഒരു കട്ടിങ്ങിലും ഡാർക്ക് വരുന്നുണ്ട്. ഓക്കെ, 6P കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അധികം പ്രഷർ കൊടുക്കുന്നില്ല. പെൻസിൽ കുത്തനെ പിടിച്ചിട്ടല്ല ഞാൻ വരയ്ക്കുന്നത്. അതിൻ്റെ സൈഡ് ഭാഗം കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ അധികം പ്രഷർ ഫീൽ ചെയ്യില്ല. ഇനി ഈ ഒരു ഭാഗത്ത് നല്ല ഡാർക്ക് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ പെൻസിൽ കുറച്ച് കുത്തനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രഷർ പോവും. പെൻസിൽ കുറച്ച് താഴ്ത്തിയിട്ടാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. 6P തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലപോലെ ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് നല്ല ഡാർക്ക് ഉണ്ട്. കവർ ചെയ്തെടുക്കാം. 6P പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഡ്രസ്സ് നമുക്ക് പേപ്പർ സ്റ്റമ്പ് കൊണ്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഒരു മിഡിൽ ടോൺ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റമ്പിൽ കണ്ടൻസ് ഉണ്ടാവും, ഗ്രാഫൈറ്റ് പൗഡേഴ്സ് ഉണ്ടാവും. നമുക്കിതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് വരുന്നില്ല എങ്കിൽ നമുക്ക് പെൻസിൽ യൂസ് ചെയ്യാം, HB യൂസ് ചെയ്യാം. എന്നിട്ട് ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ലെയറായിട്ട് വീണ്ടും HB കൊണ്ട് തന്നെ ചെയ്താൽ മതിയാവും.
ഈ ഒരു ഡിസൈനും കാര്യങ്ങളും 2B കൊണ്ടാണ് ചെയ്യുന്നത്. അധികം ഡാർക്കായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള കളർ ടോൺ കിട്ടാനായിട്ട് 2B കൊണ്ടാണ് ഞാനിപ്പോൾ അത് മാർക്ക് ചെയ്തെടുത്തത്. ഏതൊരു ഭാഗം ചെയ്യുമ്പോൾ ഞാൻ ഇന്ന പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാനായിട്ട്. ഇനി ഡാർക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ നോക്കുക. റെഫറൻസ് നമ്മൾ നല്ലപോലെ സ്റ്റഡി ചെയ്യണം, എന്നിട്ട് വരച്ചെടുക്കുക. ഓക്കെ, പെട്ടെന്ന് പിന്നീട് നമ്മളുടേതായ രീതിയിലേക്ക് പോകാനായിട്ട് പാടില്ല. ഓക്കെ, വിട്ടുപോകും ചിലപ്പോൾ. റെഫറൻസ് നമ്മൾ ഇടയ്ക്കിടെ സ്റ്റഡി ചെയ്യണം. ഇവിടെയും ഡാർക്ക് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വരച്ചെടുക്കാം. ഇനി ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു ഫീല് കിട്ടും, ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. കണ്ടില്ലേ, ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, ഈ ഒരു ടോൺ. ഇനി കഴുത്തിൻ്റെ ഭാഗത്തും ബ്ലെൻഡ് ചെയ്യേണ്ട പോർഷനൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് മുമ്പോട്ട് പോവാം. ഇനി റൈറ്റ് സൈഡിലെ ഡ്രസ്സ്, ആ കോളറിൻ്റെ ഏരിയാസൊക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് കുറച്ച് ഒരു ഡാർക്ക് വാല്യൂ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണം. 2B കൊണ്ട് തന്നെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അവിടെ ബ്രൈറ്റ്നെസ് എത്തുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അവിടെ ആ ഒരു ഷെയ്ഡാണ് കാണുന്നത്, ഷാഡോ. ഇനി നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം പേപ്പർ സ്റ്റമ്പ് യൂസ് ചെയ്ത്. ഞാൻ ഓരോ ഭാഗങ്ങളും ചെയ്യുമ്പോൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് അത് നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു ഓർഡർ ഫോളോ ചെയ്തിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റുക.
ഇനി ആ കഴുത്തിലെ ഓരോ ലെയേഴ്സും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഡ്രസ്സിൽ നമുക്കൊരു മിഡ് ടോൺ ആവശ്യമുണ്ട്. ആ ഇടത്ത് ഭാഗത്തെ കോളറിൽ അത് നമുക്ക് പേപ്പർ സ്റ്റമ്പ് കൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഡാർക്ക് ചെയ്ത ഭാഗങ്ങൾ ബ്ലെൻഡ് ചെയ്ത ഭാഗത്ത് ആ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്റ്റമ്പിലേക്ക് അതിനനുസരിച്ചുള്ള കണ്ടൻസ് കിട്ടും. കണ്ടില്ല, ഇപ്പോൾ എൻ്റെ സ്റ്റമ്പിലുണ്ട് ഓൾറെഡി കാർബണിൻ്റെ കണ്ടൻറ്റ്, ഗ്രാഫൈറ്റിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. പിന്നെ അതിനനുസരിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. കണ്ടില്ലേ, കളർ ടോൺ മാറുന്ന കണ്ടോ? ഇങ്ങനെ നമുക്ക് സ്റ്റമ്പ് കൊണ്ട് തന്നെ ലൈറ്റ് ടോൺ, മിഡ് ടോൺ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. നല്ല സ്മൂത്ത് ഷെയ്ഡിങ് കിട്ടും. പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓരോ ഭാഗങ്ങളും.
ഇനി മുഖത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ആ താടിയുടെ ഈ ഒരു പോർഷൻ നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. അവിടെ കുറച്ചൊരു കളർ ടോണിൻ്റെ വേരിയേഷൻ ഉണ്ട്. കുറച്ച് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണം ഡാർക്കിൻ്റെ. അധികം കട്ടിയിൽ പോകണ്ട. ഒരു മിഡ് ടോണിൽ നിന്ന് അടുത്തൊരു ടോണിലേക്ക് വരുന്ന, ഡാർക്ക് ടോണിലേക്ക് വരുന്ന ആ ഒരു കളർ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തെ ആ ഫേസിൻ്റെ ഔട്ട്ലൈനായിട്ട് കാണുന്നില്ല. ആ ഒരു ഷേപ്പ് ഷെയ്ഡിങ്ങിലൂടെയാണ് നമ്മളിപ്പോൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫേസ് ഡ്രോയിങ്ങിൻ്റെ ഏരിയാസൊക്കെ ചെയ്യേണ്ടത്. എല്ലാ ഭാഗത്തും ഇപ്പോൾ ഔട്ട്ലൈൻ കാണുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഷെയ്ഡിങ്ങിലൂടെയാണ് നമുക്ക് ഈ ഒരു ചിത്രത്തെ വ്യക്തമാകുന്നത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി കിട്ടും.
ആ ഡ്രസ്സിങ്ങിലും ഡീറ്റെയിലിംഗ് വരുന്ന ഭാഗത്തൊക്കെ എന്താ പറയുക, ഡിസൈനിലൊക്കെ നമുക്ക് സ്റ്റെമ്പ് വെച്ച് തന്നെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു ഏരിയാസൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം നല്ലപോലെ. ഔട്ട്ലൈനെ ആ ഒരു ഷേപ്പ് നമുക്ക് ലൈനായിട്ട് കാണാൻ പാടില്ല. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. പെൻസിലിൽ വെച്ച് നമ്മളിപ്പോൾ വരച്ച ലൈനായിട്ട് കാണാൻ പാടില്ല, അത് ബ്ലെൻഡ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ. ഇനി ശ്രദ്ധിക്കുക, 2B പെൻസിൽ എടുക്കുക. എന്നിട്ട് ഈ ഒരു ഡിസൈനിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്തെടുക്കുക ഓരോന്നോരോന്നായിട്ട്. നിങ്ങൾക്ക് ഡ്രസ്സിങ്ങിലെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രീതിയിൽ ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ഇറേസർ പെൻസിൽ എടുക്കാം. ഹൈലൈറ്റ് വേണ്ട ഭാഗങ്ങൾ നമുക്ക് മായ്ച്ചെടുക്കാം. ഈ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് ഉണ്ട്.
കണ്ണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തും ഹൈലൈറ്റ് കാണുന്നുണ്ട്, ബ്രൈറ്റ്നസ് അടിക്കുന്നുണ്ട്. അത് നമുക്ക് ഇറേസർ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു വർക്കിന് ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഈ ഒരു ഭാഗത്തും ഹൈലൈറ്റ് കാണുന്നുണ്ട്, ബ്രൈറ്റ്നസ് അടിക്കുന്ന ഭാഗമാണ്. അത് നമുക്ക് ഈ റേസർ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനായിട്ട് നിൽക്കുന്നില്ല. ഇതിനെ ഇനിയും ബെറ്റർ ആക്കാനായിട്ട് പറ്റും. പക്ഷേ ബിഗിനേഴ്സിന് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഡ്രോയിങ് ഇത്രയും നിങ്ങൾ ചെയ്ത് പഠിക്കുക. അടുത്ത ഒരു പോർട്രേറ്റ് ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇത്രയും ഒന്ന് നിങ്ങൾ സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗം, ഈ ഒരു ക്യാരക്ടറിൽ പൊട്ട് തൊട്ടിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. തെങ്കാശി പട്ടണം എന്ന സിനിമയിലെ കണ്ണൻ മുതലാളി എന്ന ക്യാരക്ടർ. ഓക്കെ, ഈ ഒരു മാർക്ക് വരുമ്പോഴാണ് ആ ഒരു ക്യാരക്ടറായിട്ട് മാറുന്നത്. 6P പെൻസിൽ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കുറി വരയ്ക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. സ്റ്റെമ്പ് യൂസ് ചെയ്യാം. അതിൻ്റെ ഷേപ്പിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ആ കുറി എങ്ങനെയാണോ കാണുന്നത് അതിനനുസരിച്ച് തന്നെ വരയ്ക്കുക. പുറത്തേക്ക് പോകാൻ പാടില്ല ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത്. ഇനി കുറച്ചുകൂടെ ഡാർക്ക് വാല്യൂ കാണുന്ന ഭാഗത്ത് 6P പെൻസിൽ എടുക്കുക. എന്നിട്ട് ഒരു തവണ കൂടെ ഒന്ന് ഷെയ്ഡ് കൊടുക്കണം. ഈ ഒരു ഭാഗത്ത് നല്ല ഡാർക്ക് ഉണ്ടാവും, അതിനനുസരിച്ച് തന്നെ ഷെയ്ഡ് കൊടുക്കാം. ഓക്കെ, ഫൈൻ. ഇനി ഒരു HB പെൻസിൽ എടുക്കുക. എന്നിട്ട് ഈ മുടിയുടെ ഒരു ഭാഗത്ത് നെറ്റിയിലേക്ക് വീണിട്ടുണ്ടാവുന്ന 1-2 മുടികളുണ്ടാവും, കാറ്റിനൊക്കെ പാറുന്ന പോലെ. അത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ മതി. HB ധാരാളമാണ്, അധികം ഡാർക്ക് വാല്യൂ ഉള്ള പെൻസിൽ യൂസ് ചെയ്യേണ്ട. ഇതുപോലെ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വർക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ആദ്യം തന്നെ വരയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആകണമെന്നില്ല, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന പോലെ റിപ്പീറ്റേഷൻ ഈസ് ദ കീ ടു മാസ്റ്ററി. ഓക്കെ, എൻ്റെ സാറ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ വീണ്ടും വീണ്ടും വരച്ച് പ്രാക്ടീസ് ചെയ്യാം. അത് ഞാൻ അതേപടി വില്ലിങ് സറണ്ടറായിട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വീണ്ടും വീണ്ടും വരച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഡ്രോയിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, എല്ലാവരും കണക്റ്റായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ ഒരു ഹെയറിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്കായിട്ട് കാണുന്നുണ്ട്, അത് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ഡ്രോയിങ് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ബൈ.